ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു അടിപൊളി പാൽപ്പായസ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി വലിയ പാത്രം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഹസ്ബൻഡിൻ്റെ ഓഫീസിലേക്ക് എല്ലാവരും എല്ലാ ഫ്രൈഡേയ്സിലും ഇതിൽ എക്സ്ട്രാ ഫുഡ് കൊണ്ടുപോയി സെർവ് ചെയ്യും. കാരണം പല രാജ്യത്തു നിന്നുള്ളവരായതുകൊണ്ട് അവർക്ക് ആ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിവിടെ ഗീ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 4-5 തവണ കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ സാഗോ സീഡ്സ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ചൗവരി അല്ലെങ്കിൽ സാബൂനരി എന്നൊക്കെ പറയും. പിന്നെ 3 ലിറ്റർ പാലും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് നിറയെ ഞാൻ ഗീ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പകുതി അളവിൽ സാഗോ സീഡ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ 2 കപ്പ് പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി ആക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് 1 ലിറ്ററോ അത്രയൊക്കെ വേണ്ടുള്ളൂ ആക്കാൻ വേണ്ടിയിട്ട്. 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഒന്ന് മിക്സായി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് റൈസ് ഇടാൻ കഴിയൂ. പാലൊന്ന് തിളച്ച് വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് തൂവി പോകാണ്ടിരിക്കാൻ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കഴുകി ഊറ്റി വെച്ച റൈസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ആ സാഗോ സീഡും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ റൈസും സാഗോ സീഡൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നന്നായിട്ട് കുറുകിപ്പോയി. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്ക ചതച്ചിട്ടിട്ടതാ. ഒരു കറുവപ്പട്ട മതി കേട്ടോ, അധികം വലുതൊന്നും വേണ്ട. അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്കൊരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്ത് കോരി നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.